ഹായ്, ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് കെരട്ടൈറ്റിസ്. എന്താ കെരട്ടൈറ്റിസ്? നമ്മുടെ കണ്ണിൽ ഉള്ള ഒരു പാർട്ടാണ് കോർണിയ. ഈ കോർണിയയിൽ അൾസറേഷൻ സംഭവിക്കുമ്പോഴാണ് നമ്മൾ കെരട്ടൈറ്റിസ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ബാക്ടീരിയാസും വൈറസും പ്രോട്ടോസോയിൻസും ഫംഗസും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പം നമുക്ക് കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ആ പ്രശ്നമുള്ളവർ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. പ്രോപ്പറായിട്ട് കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കാതെ വരുമ്പോഴത്തേക്കും ഈ ഒരു പ്രശ്നം വരാറുണ്ട്. ഓക്കെ, പിന്നെയും പറയുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ് നല്ല ഡ്രൈഡ് ആയിട്ടിരിക്കുന്നവർക്ക്, പിന്നെ ബെൽസ് പാൽസി ഉള്ളവർക്ക്, അതായത് നമുക്ക് ഒരുപാട് ക്രേനിയൽ നെർവ്സ് ഉണ്ടല്ലേ, ഓൾ ഫാക്ടറി, ഒപ്റ്റിക്, ഒക്യുലോമോട്ടർ, ട്രോക്ലിയർ, ട്രൈജെമിനൽ, ഫേഷ്യൽ, അബ്ഡൂസൻസ്, ഹൈപ്പോഗ്ലോസൽ, അങ്ങനെ. സോ അതിനകത്ത് ഫേഷ്യൽ നെർവിന് പ്രശ്നം ഉണ്ടാകുന്ന ബെൽസ് പാൽസി, ആ ബെൽസ് പാൽസി ഉള്ള പേഷ്യൻസിന് ഇങ്ങനെ വരാം. പിന്നെ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുന്നവർക്ക്, പിന്നെ കണ്ണുകൾ നല്ല ഡ്രൈഡ് ആയിട്ടിരിക്കുന്നവർക്കൊക്കെ വരാം. ഇനി ഇതിന് പല ടൈപ്സ് ഉണ്ട്. ഒന്ന് ബാക്ടീരിയൽ കെരട്ടൈറ്റിസ്, അതായത് ബാക്ടീരിയസ് ആയിട്ടുള്ള സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ, ദെൻ സ്യൂഡോമോണാസ്, ഈ പറയുന്ന ബാക്ടീരിയാസ് കാരണം വരാം. അതാണ് ബാക്ടീരിയൽ കെരട്ടൈറ്റിസ്. ഇനി വൈറൽ കെരട്ടൈറ്റിസിനകത്ത് വരുന്നതാണ് ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ്. പിന്നെ ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ് ഉണ്ട്. പിന്നെ പാരസൈറ്റിക് അല്ലെങ്കിൽ ഹെൽമിന്ത് ആണെന്നുണ്ടെങ്കിൽ പറയുന്ന പാരസൈറ്റ്സ് കെരട്ടൈറ്റിസ് ഉണ്ടാക്കുന്നുണ്ട്, ഇൻഫെക്ഷ്യസ് കെരട്ടൈറ്റിസ്. ഓക്കെ, പിന്നെ ലോക്കൽ കോസായിട്ട് പറയുന്നതാണ് നമ്മുടെ ട്രൈക്കാസിസ്. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ അടിയിലായിട്ട് ചില നമ്മൾ കൊച്ചു പിള്ളേരായിരിക്കുന്ന സമയത്ത് കണ്ണിൻ്റെ അടിയിലൊക്കെ ഒരു ഇങ്ങനെ ചുളിച്ചിങ്ങനെ നോക്കൂലേ, അപ്പോൾ ഇവിടെ കാണുന്നതാണ് നമ്മുടെ ജൈൻ്റ് ആയിട്ടുള്ള പാപ്പിലെ. ഇത് കൺജങ്ക്ടൈവ കാണുന്നുണ്ട്. ഇത് മേ ബി ഫോറിൻ ബോഡീസ് സൾക്കസ് സപ്റ്റോർസാലിസിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളത് കൊണ്ടായിരിക്കാം. പിന്നെ പോളി ആർത്രൈറ്റിസ് നോഡോസ, റിലാപ്സിങ് പോളികോൺട്രൈറ്റിസ്, അങ്ങനത്തെ കാരണങ്ങളും വരുന്നുണ്ട്. അടുത്തത് ലോക്കൽ കോസായിട്ട് നമ്മൾ പറയുന്നതാണ് ട്രൈക്കാസിയസിസ്. ഇതെന്ന് പറയുന്നൊരു ജൈൻ്റ് ആയിട്ടുള്ള പാപ്പിലെ നമ്മുടെ കണ്ണിൻ്റെ താഴെയായിട്ട്, അത് നമ്മളിങ്ങനെ കണ്ണ് ചുളുക്കുമ്പം ഇതിൻ്റെ താഴെയായിട്ട് കൺജങ്ക്ടൈവയിൽ കാണുന്നതാണ്. ഇത് നമ്മുടെ ഫോറിൻ ബോഡീസ് സൾക്കസ് സപ്റ്ററാലിസിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളവയുണ്ട്. പിന്നെ പോളി ആർത്രൈറ്റിസ് നോഡോസ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലെയുള്ള ഇപ്പം കൊളാജൻ വാസ്കുലർ ഡിസീസസ് ഒക്കെ വരുന്നതാണ് പെറിഫറൽ അൾസറേറ്റീവ് കെരട്ടൈറ്റിസ്. ഓക്കെ, അടുത്തയാണ് ന്യൂട്രോട്രോപ്പിക് കോർണിയൽ അൾസർ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ട്രൈജെമിനൽ നെർവിന് ഡാമേജ് സംഭവിക്കുമ്പോഴാണ് വരുന്നത്. അടുത്തയാണ് സിറോഫ്താൽമിയ. നമുക്ക് എന്തെങ്കിലും ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കണ്ണിന് നല്ല ഡ്രൈനെസ് കോസ് ചെയ്യും. അത് കാരണം കണ്ണിൽ വരുന്നൊരു ഡിസീസാണ് സിറോഫ്താൽമിയ. ഇനി ഇതിൻ്റെ ഒരു പത്തോഫിസിയോളജി പറയുമ്പോൾ സ്റ്റേജ് ആയിട്ടാണ് പറയുന്നത്. ആദ്യത്തെ സ്റ്റേജാണ് സ്റ്റേജ് ഓഫ് പ്രോഗ്രഷൻ. ഇത് നമ്മുടെ കണ്ണിൻ്റെ എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ ബാധിക്കുന്നുണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉണ്ടല്ലോ, ആ എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ ബാധിച്ചതിന് ശേഷം കുറച്ച് ഡീപ്പറായിട്ടുള്ള ടിഷ്യൂസിലോട്ട് ഇത് സ്പ്രെഡ് ആവും. അടുത്തയാണ് സ്റ്റേജ് ഓഫ് ആക്റ്റീവ് അൾസറേഷൻ. നേരത്തെ സ്റ്റേജ് ഓഫ് പ്രോഗ്രഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡീപ്പിൽ പോവുക ചെയ്യുന്നത്. ഇനി മൂന്നാമത് വരുന്നതാണ് സ്റ്റേജ് ഓഫ് റിഗ്രഷൻ. ഇവിടെ വെച്ചിട്ട് നമ്മൾ ബാക്ടീരിയൽ ഗ്രോത്ത് ഒന്ന് സപ്രസ് ചെയ്യുന്നത്, ഒന്നൊന്ന് ഹോൾട്ട് ചെയ്യും, അതിൻ്റെ ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യും. അടുത്തയാണ് സ്റ്റേജ് ഓഫ് സിസ്റ്ററൈസേഷൻ. ഈ സിസ്റ്ററൈസേഷനകത്ത് അവിടെ ഒരു സ്കാർ ടിഷ്യൂ ഫോർമേഷനാണ് സംഭവിക്കുന്നത്. സ്റ്റേജ് ഓഫ് പ്രോഗ്രഷൻ, സ്റ്റേജ് ഓഫ് ആക്റ്റീവ് അൾസറേഷൻ, സ്റ്റേജ് ഓഫ് റിഗ്രഷൻ ആൻഡ് സ്റ്റേജ് ഓഫ് സിസ്റ്ററൈസേഷൻ. ഇനി അടുത്തത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനായിട്ട് വരുന്നത് പേഷ്യൻ്റ് കണ്ണൊക്കെ നല്ല ചുവന്നായിരിക്കും ഇരിക്കുന്നത്, കാഴ്ച അത്ര ക്ലിയർ ആയിരിക്കില്ല. ഇപ്പം ഞാൻ കണ്ട പേഷ്യൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഈ കണ്ണിലായിരുന്നു പ്രശ്നം. കണ്ണൊക്കെ നല്ല ഇങ്ങനെ ഒരു ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു
കണ്ണൊക്കെ നല്ല ചുവന്നിരുന്ന് പിന്നെ ലാക്രിമേഷൻ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പേഷ്യൻറ്റിന് ഫോട്ടോഫോബിയാണ്. ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് കാണും. കണ്ണിൽ നിന്ന് ഡിസ്ചാർജ് ചെറുതായിട്ട് വരുന്നുണ്ടായിരുന്നു. കണ്ണ് കാണാൻ ബുദ്ധിമുട്ടായിരുന്നു. ഒരു ഫോറിൻ ബോഡി കണ്ണിനകത്ത് ഇരിക്കുന്നത് പോലത്തെ ഒരു സെൻസേഷനായിരിക്കും അവർക്കുണ്ടാവുന്നത്. അടുത്ത ഇതായിരുന്നു പേഷ്യൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ്റെ സിംറ്റംസ് ആയിട്ട്. പേഷ്യൻ്റ് പറയുക അദ്ദേഹത്തിന് ഡിസ്ചാർജ് വരുന്നുണ്ടെന്നും പിന്നെ കണ്ണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല, ഒരു ഫോറിൻ ബോഡി കണ്ണിൽ ഇരിക്കുന്നത് പോലെ, കണ്ണൊക്കെ നല്ല ചുവന്ന്. ഓക്കെ, ഇനി സൈനായിട്ട് ഞാൻ കണ്ടത് കോർണിയൽ അൾസറേഷൻ, എഡിമയുണ്ട്, പിന്നെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള റെഡ്നെസ്, നല്ല രീതിയിൽ ചുവന്നിട്ടായിരിക്കുന്നത്, കോർണിയൽ ഇൻഫിൽട്രേഷൻ, പിന്നെ കോർണിയൽ അൾസേഴ്സ്. ഓക്കെ, അപ്പം എന്താ ഈ കോർണിയൽ അൾസേഴ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്? സോ കോർണിയൽ അൾസേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ എപ്പിത്തീലിയൽ ടിഷ്യൂസിൽ ഡിഫക്റ്റ് ഉണ്ടാകുന്ന തന്നെയാണ് അൾസേഴ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി കെരട്ടൈറ്റിസ് ഉണ്ടോ ഇല്ലേ എന്ന് ഞാൻ എങ്ങനെയാണ് കണ്ടെത്തുമെന്ന്. അപ്പം അവിടെ കോർണിയൽ അൾസേഴ്സ് ആണ് അല്ലേ. അപ്പം ജസ്റ്റ് ആദ്യം ഹിസ്റ്ററി കളക്ഷൻ നടത്തുക, ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുക. ഇനി അൾസേഴ്സ് ആയതുകൊണ്ട് തന്നെ എത്രത്തോളം ഡീപ്പിലാണ് ആ മുറിവ് സംഭവിച്ചത്, മീൻസ് ആ എത്രയാണെന്ന് കണ്ടുപിടിച്ചല്ല അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏജൻറ്റ് ഫ്ലൂറസെൻസ് ഐ ടെസ്റ്റ് നമ്മൾ നടത്താറുണ്ട്. അപ്പം ഫ്ലൂറസൻ ഐ സ്റ്റെയിൻ ടെസ്റ്റ്, പിന്നെ സ്ലിറ്റ് ലാമ്പിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. ദെൻ ലബോറട്ടറി അനാലിസിസ് നടത്തുക. അതായത് ഞാനിപ്പം കെരട്ടൈറ്റിസ് ഉള്ള ക്ലയൻറ്റിൻ്റെ എന്തായാലും ഫ്ലൂയിഡ് ഡിസ്ചാർജ് കാണില്ല, ആ ഫ്ലൂയിഡ് ഡിസ്ചാർജ് കൊണ്ടുപോയി ലബോറട്ടറി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം എന്താണ് ഒരു കോസ്, ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, പ്രോട്ടോസോവൻ ആണോ എന്ന കോസ് എനിക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഇനി ഇതിന് പുറമെ നമുക്ക് കോർണിയൽ സ്ക്രാപ്പിംഗ് ചെയ്യാൻ വേണ്ടി കോർണിയൽ ബയോപ്സി. കോർണിയൽ സ്ക്രാപ്പിംഗ് എന്ന് വെച്ചാൽ ഒരു കുറച്ചൊന്ന് ഏരിയ ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് വിടുകയും ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കോർണിയൽ ബയോപ്സി എന്ന് പറയുന്നത് നമ്മളിപ്പം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന പേഷ്യൻറ്റിന് ആ ഒരു പേഷ്യൻറ്റ് ആ ട്രീറ്റ്മെൻറ്റിനോടൊന്ന് എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നില്ല, സഹകരിക്കുന്നില്ല എന്നല്ല. നമ്മളിപ്പോൾ ഇപ്പം കണ്ണിന് ഫംഗൽ ഇൻഫെക്ഷനാണ് ഉള്ളത്, ഞാനിപ്പം ആൻറ്റിബയോട്ടിക്സ് അതായത് ബാക്ടീരിയ കൊല്ലുന്നതിനെ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം ഞാൻ അവിടെ എന്താ ചെയ്യേണ്ടത്, ബയോപ്സി എടുത്ത് നോക്കി എന്താണെന്ന് കണ്ടുപിടിക്കുക ചെയ്യേണ്ടത്. ഇനി മാനേജ്മെൻറ്റ്, പല ടൈപ്പ് കെരട്ടൈറ്റിസ് ഉണ്ട്, പല കോസറ്റീവ് ഓർഗാനിസംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ബാക്ടീരിയൽ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാനായിട്ട് പറ്റും. IV ആൻറ്റിബയോട്ടിക്സ്, പിന്നെ ടോപ്പിക്കലായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാം, പേഷ്യൻ്റ് ഹോസ്പിറ്റലൈസ് ചെയ്യാം നമുക്ക്. ഇനി ഫംഗലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻറ്റി ഫംഗൽ മെഡിസിൻസാണ് കൊടുക്കേണ്ടത്. പക്ഷെ അത് പെട്ടെന്ന് ഞാനിപ്പം 1-2 ഒരാഴ്ചയോ കൊടുത്തു എന്നും പറഞ്ഞാൽ അത് മാറാനൊന്നും പോകുന്നില്ല. ഫംഗൽ ആയതുകൊണ്ട് തന്നെ അത് സമയമെടുത്തിട്ടേ മാറുള്ളൂ. ഇറ്റ് ടേക്സ് മന്ത്സ്. പിന്നെ കുറച്ചും കൂടി ഡീപ്പറും സിവിയർ ആയിട്ടുള്ള ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റമിക് ആൻറ്റി ഫംഗൽ മെഡിസിൻസിലോട്ടൊക്കെ പോകേണ്ടി വരും. നെറ്റാമൈസിനൊക്കെ നമ്മൾ ക്ലയൻസിന് കൊടുക്കാറുണ്ട്. അടുത്തയാണ് വൈറസസിനകത്ത് വരുന്നത് ആൻറ്റി വൈറൽ മെഡിക്കേഷൻസ് നമുക്ക് കൊടുക്കാം. ട്രൈഫ്ലൂറിഡിൻ, വിഡാറബീന്, ഐഡോസുരിഡിൻ അതൊക്കെ കൊടുക്കാം. പിന്നെ സ്റ്റിറോയിഡ്സ് നമ്മൾ കൊടുക്കുന്നതാണ് കെരാറ്റോപ്ലാസ്റ്റി. ഇത് കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ ഇപ്പം ഇൻ കേസ് ഒരു പെർഫറേറ്റിംഗ് ഏജൻറ്റ് പെർഫറേറ്റിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോട്ടോസോവൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിഗ്യുനമൈഡ്സ് കൊടുക്കാറുണ്ട്, പയാമിഡിൻസ് കൊടുക്കാറുണ്ട്. ഓക്കെ, ഇനി ഇതൊരു സർജിക്കൽ മാനേജ്മെൻ്റ് ആണെങ്കിൽ കെരാറ്റോപ്ലാസ്റ്റി അതായത് ലാമെല്ലാർ പെനട്രേറ്റിംഗ് നടത്തുന്നുണ്ട്. പിന്നെ കോർണിയൽ ക്രോസ് ലിങ്കിങ്, ഇവിടെ നമ്മൾ റൈബുഫ്ലൂവിൻ വൈറ്റമിൻ B12 അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, കണ്ണിൽ ഐ ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കോർണിയയിലോട്ട് UVA റേസ് ഓഫ് ലൈറ്റ് ഏൽപ്പിക്കുന്നുണ്ട്. അതുവഴി ഇറ്റ് ഹെൽപ്സ് അസ് എ ലോട്ട്. പിന്നെ ഇപ്പം
നമുക്ക് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇൻഫെക്ഷ്യസ് കെരട്ടൈറ്റിസും നോൺ ഇൻഫെക്ഷ്യസ് കെരട്ടൈറ്റിസും. ഇൻഫെക്ഷ്യസ് കെരട്ടൈറ്റിസ് ആണെന്നുണ്ടെങ്കിലാണ് ഈ ബാക്ടീരിയ, വൈറസ് അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞത്. ഇൻ കേസ് ഇതൊരു നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള കെരട്ടൈറ്റിസ് ആണെങ്കിൽ, ഇപ്പം മൈൽഡായിട്ട് പ്രശ്നമുള്ളതെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടീയേഴ്സ് പേഷ്യൻറ്റിൻ്റെ ഡ്രൈനെസ്സും ഡിസ്കംഫേർട്ടും പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്ലയൻറ്റിന് നല്ല രീതിയിൽ കണ്ണൊക്കെ ഡ്രൈഡ് ആയിട്ടിരിക്കുക. അപ്പോൾ ഡ്രൈനെസ് മാറാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടീയേഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്യും. അടുത്തയാണ് മോഡറേറ്റ് അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള പ്രശ്നമുള്ള പേഷ്യൻസിന് ടോപ്പിക്കൽ മെഡിക്കേഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യാറുണ്ട്, ഐ ഡ്രോപ്സ് കൊടുക്കാറുണ്ട്. ഓക്കെ, ഇനി ഇൻ കേസ് പേഷ്യൻറ്റിൻ്റെ പ്രശ്നം കോണ്ടാക്റ്റ് ലെൻസ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ക്ലയൻസിനോട് പറയുക, ഇതാണ് പ്രശ്നം, നിങ്ങൾ കോണ്ടാക്ട് ലെൻസ് ഡിസ്കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയണം. അടുത്തതാണ് കോംപ്ലിക്കേഷൻസ്. കോംപ്ലിക്കേഷനായിട്ട് കണ്ടുവരുന്നത് നമ്മുടെ ഐറിസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ആൻറ്റീരിയർ ഡിസ്ലൊക്കേഷൻ സംഭവിക്കും. പിന്നെ ആൻറ്റീരിയർ ക്യാപ്സുലർ കാട്രാക്റ്റ് ഉണ്ടാവാം, ഇൻട്രാ ഓക്കുലർ ഹെമറേജ്, പിന്നെ സെക്കൻഡറി ഗ്ലോക്കോമ, ദെൻ ടോക്സിക് ഇരിഡോസൈറ്റിസ്, അങ്ങനെ കോർണിയൽ അൾസേഴ്സിൻ്റെ പെർഫറേഷൻസ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഇനി ആസ് എ നേഴ്സ് എന്ത് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും? അച്ഛനോട് അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞു കൊടുക്കണം. ഇപ്പം എത്രയാണ് ആദ്യം നമ്മളൊന്ന് അസസ്മെൻറ്റ് നടത്താം. ക്ലയൻറ്റിന് എത്രത്തോളം ഡിഗ്രി, അതേപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് പെയിന് അല്ലെങ്കിൽ ഒരു വിഷ്വൽ ഡിസ്റ്റർബൻസ് എത്രയാണെന്ന് അന്വേഷിച്ച് വെക്കണം. അസസ്മെൻറ്റ് നടത്തണം. പിന്നെ ഇപ്പം പെരി ഓപ്പറേറ്റീവ് ഓപ്പറേഷൻ്റെ സമയത്തുള്ള റുട്ടീൻ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണം. പിന്നെ കോൾഡ് കംപ്രഷൻ വെക്കണമെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ദെൻ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻട്രാ ഓക്കുലർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും പെയിനൊക്കെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. വൺസ് ആഫ്റ്റർ ഡിസ്ചാർജിന് ശേഷം അവർക്ക് എങ്ങനെയാണ് ഡെയിലി ലൈഫിലുള്ള ആക്ടിവിറ്റീസ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു എൻകറേജ്മെൻറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അവർ കുറച്ചും കൂടി ഒന്ന് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക. പുതിയ എൻവയൺമെൻറ്റിനെ കുറിച്ചും എങ്ങനെയാണ് കുറച്ചും കൂടി കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് എടുക്കേണ്ടതിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓറലി പറഞ്ഞു കൊടുക്കാം. പിന്നെ റിട്ടേൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. അതായത് കണ്ണ് കാണാത്ത പേഷ്യൻസിന് നമ്മൾ എഴുതി കാണിച്ചു കൊടുക്കണം എന്നതിലുപരി കണ്ണൊന്നാമത് കണ്ടുവിടല്ലോ, പിന്നെ പ്രായമായിട്ടുള്ളതായതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ ഇപ്പം മരുന്നാണെന്നുണ്ടെങ്കിൽ ആ മരുന്നിനകത്ത് തന്നെ വലിയ രീതിയിൽ എഴുതി കൊടുക്കണം. 6 മണിക്ക്, 10 മണിക്ക്, 4 മണിക്ക്, വൈകുന്നേരം 10 മണി, അങ്ങനെ ഏതൊക്കെ സമയത്താണ് കൊടുക്കേണ്ടത് ആ സമയത്തിൻ്റെ എല്ലാം ടൈം നമ്മൾ എഴുതി വയ്ക്കുക ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് കെരട്ടൈറ്റിസിനകത്ത് നമ്മൾ പഠിച്ചത്. ഓക്കെ, സോ എന്തൊക്കെ പഠിച്ചു? കെരട്ടൈറ്റിസിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു, അതിൻ്റെ എന്താണ് പേഷ്യൻ്റ് എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ്, അതിൻ്റെ ടൈപ്സ് പറഞ്ഞു. പത്തോഫിസിയോളജിക്കകത്ത് നമ്മൾ അതിൻ്റെ സ്റ്റേജസ് ഒക്കെ പഠിച്ചായിരുന്നു. സ്റ്റേജ് ഓഫ് പ്രോഗ്രഷൻ, സ്റ്റേജ് ഓഫ് ആക്റ്റീവ് അൾസറേഷൻ, പിന്നെ സ്റ്റേജ് ഓഫ് റിഗ്രഷൻ ആൻഡ് സ്റ്റേജ് ഓഫ് എന്താണ് സിസ്ട്രൈസേഷൻ. അത് നമ്മൾ പിന്നെ റിസ്ക് ഫാക്ടർ എന്തൊക്കെയാണെന്ന് മറ്റേ ബെൽസ് പാൽസി, ഇമ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ എന്ന് പറഞ്ഞായിരുന്നു. ദെൻ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സിനകത്ത് ഫ്ലൂറസൻ ഐ സ്റ്റെയിൻ ടെക്നിക്ക് നമുക്ക് ഫോളോ ചെയ്യാം. ദെൻ സ്ലിറ്റ് ലാമ്പ് അതൊക്കെ നോക്കാം. പിന്നെ മാനേജ്മെൻറ്റ് ഓരോന്നിന് ബാക്ടീരിയ, പ്രോട്ടോസോവൻസ്, വൈറസ്, ഫംഗലിനൊക്കെ വേറെ വേറെയാണ്. പിന്നെ നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഇപ്പം കോണ്ടാക്ട് ലെൻസ് വെക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അത് കാരണം വരുന്നു എന്നെങ്കിൽ we have to ask the client to remove the contact lens in order to prevent keratitis. പിന്നെ നഴ്സിംഗ് മാനേജ്മെൻറ്റ് കോംപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് പെർഫറേഷൻസ് ഇൻ ദ കോർണിയൽ അൾസേഴ്സ്, നമ്മുടെ ആൻറ്റീരിയർ ആയിട്ടുള്ള ഐറസിൻ്റെ ഒരു ഷിഫ്റ്റ്, ഹെമറേജിൻ്റെ കാര്യവും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു.